എന്താണെന്ന് വെച്ചാൽ ഇത് ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു മോർണിംഗ് ഇൻ മൈ ലൈഫാണ്. എൻ്റെ റൂമിൻ്റെ ഒരു അവസ്ഥ ഇന്നലെ നമ്മുടെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസിൻസ് വന്നപ്പോൾ ഓരോ കയ്യിൽ നല്ല വീഡിയോ ഇപ്പോഴാണ് ഇംഗ്ലീഷ് ഫസ്റ്റ് നമുക്ക് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 month ആയിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇതിൻ്റെ കസിൻസിനൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ കസിൻസ് പല ആൾക്കാരും വന്നിട്ടുണ്ട്. നിങ്ങളത് വീഡിയോസ് ഇടാത്തതാണ് കുറേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോസ് ഇട്ടാൽക്കാരെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് യൂട്യൂബ് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾ വീഡിയോ ഇടാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ എന്താ രാവിലത്തെ ഇവിടെ ക്ലീനാക്കി രാത്രി ഒന്ന് ക്ലീനാക്കി ചോദിക്കുന്നുണ്ടാവും. രാത്രി ഇവിടെ ക്ലീനാക്കാൻ പറ്റാത്തല്ലേ, ക്ലീനാ ചെയ്തിട്ടില്ല. ആ ഒരു പ്രശ്നം ഇപ്പോൾ നമുക്ക് ചെയ്യണം. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവുന്ന അപ്പം കേൾക്കുന്നില്ലേ ക്ലീനാക്കാതെ എൻ്റെ മെച്ചിൻ്റെ പുറത്ത് കത്തില്ല. അപ്പോൾ ഞാൻ ക്ലീനാക്കിയിട്ട് പുറത്തൊക്കെ ആക്കാൻ വിചാരിച്ചു. ഗൈസ് പലരും ചോദിക്കുന്നുണ്ടാവും ഇതായത് റൂം. ഞാൻ ഇതായിട്ട് എൻ്റെ ഹോം ടൂറിന് പലരൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഹോം ടൂർ ചെയ്യുന്നില്ല. ഞാൻ നമ്മൾ ഈ ഡേ ലൈഫിലൂടെ തന്നെ നമുക്കിങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇതിൽ നമ്മൾ ഹോമിൻ്റെ റൂം ടൂർ കിട്ടുന്നുണ്ട്. ഹോം ടൂർ ഇല്ല, റൂം ടൂർ നമുക്കുള്ളൂ. നമുക്കിത് ശരിയാണ്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ടാസ്ക് വേഗം ചെയ്തെടുക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് പിന്നെ പേടി എന്താണെന്ന് വെച്ചാൽ ഈ റൂം ആരെങ്കിലും പിടിച്ചെടുക്കിയാൽ പിന്നെ ആ റൂമത്തെ എന്തെങ്കിലും ഒന്നും കാണാണ്ടാവും. അതൊരു പേടിയാണ് സത്യം. ഗൈസ് പിന്നെ ഈ കവർ സ്റ്റിക്കേഴ്സ് ചോദിക്കുന്നുണ്ടാവും ഇതെവിടെയാണ് എടുത്തതെന്ന്. ഇത് മീഷോന്ന് കിട്ടിയതാണ് കേട്ടോ. മീഷോന്ന് പപ്പ വാങ്ങിക്കുന്നതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ മീഷോ നമുക്ക് ഞാൻ വേഗം തരുന്നപ്പോൾ എനിക്ക് 100 സംതിങ്ങിന് കിട്ടിയത്. ഇതിൻ്റെ എൻ്റെ വേറെ കസിന് വാങ്ങിയപ്പോൾ 110 രൂപയ്ക്ക് നമുക്ക് കിട്ടിയത്. എനിക്ക് 130 സംതിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു റേറ്റ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും അടിയിലാക്കിയിട്ട് മീഷോ സ്റ്റോർ ആക്കുമ്പോൾ അടിയിലാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റേറ്റ് കുറവ് രീതിയിൽ കിട്ടും. പക്ഷേ ഗുഡ് തിങ് കേട്ടോ. എനിക്ക് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ സൂപ്പർ പവർ എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ റൂമിൽ എത്ര വലിയ മെസ്സിയാണെങ്കിലും അത് കണ്ടെത്താനുള്ള കഴിവ് അതിൽ കിട്ടും. നമ്മൾ വിചാരിക്കേണ്ടത് കടൽ ക്ലൗഡ് ഡയലോഗ് കാണാൻ അല്ലേ ഗൈസ്? എനിക്ക് സത്യം
ഉണ്ടാവും ഞാൻ ഓർഗനൈസർ ചെയ്യണമെന്നില്ല. ഓർഗനൈസർ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു മൂടില്ല. ചില സമയത്ത് അങ്ങനെ എനിക്ക് ഒരു തീരെ മൂടില്ലെന്ന് വെച്ചാൽ തീരെ മൂടില്ല. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ അതാണ് കേട്ടോ ഗൈസ് ഞാൻ ചെയ്യാത്ത. ഇത് നിങ്ങൾ പലരും ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കിയതെന്നൊക്കെ നിങ്ങൾക്ക് അറിയിക്കണം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു അടുത്ത വീഡിയോയിൽ ഒരു ഷോർട്സ് ഞാൻ നിങ്ങൾക്ക് വിട്ടു കേട്ടോ. ഓക്കെ, ഞാനിങ്ങനെ വന്നിട്ട് ഫൈനലി നമ്മുടെ റൂം ഈസ് ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കൊന്ന് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് വേഗം കമൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു ബാഗ് ഞാൻ നിങ്ങൾക്ക് പലർക്കും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ഈ ഒരു ബാഗ് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒരു കളർ പേപ്പേഴ്സും പിന്നെ വാഷി ടാപ്പ്. ഈ വാഷി ടാപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ടാപ്പ് ഉണ്ടല്ലോ, ആ ടാപ്പ് വെച്ചിട്ട് ഞാൻ റോൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. പിന്നെ ഈ ഒരു വാഷി ടാപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ജേർണലിന് വേണ്ടി ഉണ്ടാക്കിയത് സ്ക്വിഷി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഓക്കെ, നിങ്ങൾ പറയും എങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോ. ആൻഡ് നിങ്ങൾ ആരും ലാസ്റ്റ് ഞാൻ പറയാനുള്ളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. ദെൻ ബൈ.